ഹലോ ഗൈസ്, രാത്രി 10:30 പെട്ടെന്ന് ഫോണിലേക്ക് ഒരു കോള്. ഇനി വേഗം ഒന്ന് എൻ്റെ പുറയിലേക്ക് വരണം, നമ്മളെ കസിൻ ഉണ്ട് വരുന്നു, അവളെ കൂട്ടിക്കൊണ്ടുപോകാനാണല്ലേ. അന്നേരം പിന്നെ ഒന്നും നോക്കില്ല, ഞാൻ നേരെ എന്ത് ചെയ്തു വണ്ടി എടുത്ത് അങ്ങോട്ട് പോകാൻ നേരം ഉണ്ട്. സമയം നോക്കുമ്പോൾ 10:30 കഴിഞ്ഞ് അന്നേരം ഓർമ്മ വന്ന് എന്നാൽ നേരം ഞാൻ എന്ത് ചെയ്തു ഓനെ കസിൻ്റെ വഴിയിൽ എത്തിയപാടെ തന്നെ തുത്തിരി മോനാണ് കളിക്കുന്നത്. അങ്ങനെ ഓനെ കുറച്ച് നേരം കളിപ്പിച്ച് അന്നേരം ഓൻ ഇച്ചാച്ചട കിടന്ന് പറഞ്ഞ് അഭിനയിക്കുന്നത്. സമയം 12 കഴിഞ്ഞുകൊണ്ട് ഞാൻ പോയി കിടന്നങ്ങ് ഉറങ്ങി. ഞാൻ രാവിലെ എണീച്ച് പല്ലും തേച്ച് ഫ്രഷായി നേരെ ഇറങ്ങി എയർപോർട്ടിലേക്ക്. ഇറങ്ങുന്ന തെച്ചാതി മഴയാണെന്നറിയാമോ. മഴ ചോർന്ന് കണ്ട് ചായ അടിക്കാൻ ഒരു പുതിയ ചായയും കുടിച്ച് എന്ത് ചെയ്തു 2 ലേസും വാങ്ങി നേരെ നമ്മൾ എയർപോർട്ടിലേക്ക് വിട്ടു. പോകുന്ന വഴിക്കാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു ഒരു ലേസൊക്കെ പിന്നെ എടുത്തു തുടങ്ങി, വെറുതെ വാങ്ങിയല്ല. അങ്ങനെ അതും തിന്നു ഇത് കുറച്ച് എയർപോർട്ടിൽ വെയിറ്റും ചെയ്തു. അവിടെ അറിയുന്ന ഫ്ലൈറ്റ് 10:45 ഞങ്ങളാണെങ്കിൽ 9:45 നടത്തുകയും ചെയ്തിട്ട്. അങ്ങനെ എന്ത് ചെയ്തു ഫ്ലൈറ്റ് ഇറങ്ങുന്നതെന്ന് തോന്നിയെന്ന് കുറേ നേരം നോക്കിപ്പോൾ തന്നെ അമ്മ കടയിൽ പൈക്കുന്നുണ്ടായിരുന്നു. നേരെ പോയിട്ട് എന്ത് ചെയ്തു ഒരു ഗ്ലാസ് ചായയും ഒരു നൂൽപ്പെട്ടും കഴിച്ച് അവിടെ കുറേ നേരം വെയിറ്റ് ചായം കുടിച്ചാൽ എയർപോർട്ടിൽ പോയി. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നല്ല തിരക്കൊക്കെയാണ്. ഹജ്ജിൻ്റെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, ഹജ്ജ് കഴിഞ്ഞൊക്കെ അങ്ങനെ കുറേ കാത്തുനിന്ന് ലാസ്റ്റ് നമ്മളെ കസിൻ എത്തി. അങ്ങനെ അവളെ എത്തിയത് 2 മക്കളും ഉണ്ട്. അവളെ പോകുന്ന വഴിക്കാണെങ്കിൽ ഓളോരോ ജ്യൂസൊക്കെ എടുത്തു. ഓളെ ഫ്ലൈറ്റിൽ നിന്ന് കുടിക്കാൻ വെച്ചാൽ ഓള് കുടിച്ചില്ല. അതൊക്കെ എന്ത് ചെയ്ത് നേരെ കുറേ നമ്മൾ കുടിച്ചു കൊടുത്തു. അങ്ങനെ വലിയൊരു വണ്ടിയും വന്നു നമ്മളെ മുന്നിൽ. പോകുന്ന വഴിക്കാണെങ്കിൽ നല്ല വിശപ്പ്. ഞങ്ങൾ എന്ത് ചെയ്തൊരു ഹോട്ടലിൽ കയറി ഒരു ഊണം ഓർഡർ ചെയ്തു. നല്ല നാടൻ ഊണ്. പപ്പടമൊക്കെ ആണെങ്കിൽ പോയത്താമല്ലേ പപ്പടം. ഊറന്നതിന് ശേഷം ഒരു അടിപൊളി കുനാഫയും കൂടി അങ്ങ് തന്നോളൂ. പിന്നെ അതും കഴിച്ചത് ചെറുതാണെങ്കിൽ കേരളത്തിൽ അങ്ങനെ വരുത്തൂല. കേരളം കാണാനുള്ള കൗതുകത്തോടുള്ള നോട്ടം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നേരെ നമ്മൾ പുറക്കോട്ടെ. ബാക്കി നാളെ ബൈ.